റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചു പറയുന്നു, ഉമറേ ലാ തൻസാനി യാ അഖീ മിൻ ദുആയിക, ഉമറേ എനിക്ക് നീ പ്രാർത്ഥിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഏറ്റവും സന്തോഷിപ്പിച്ചൊരു വാക്കതാണ്. ആരാ പ്രാർത്ഥിക്കാൻ പറയുന്നത്? ഈ ലോകത്തിന്റെ സൃഷ്ടികൾ ഉത്തമൻ റസൂലുള്ളാഹി പറയാ, ഉമർ എനിക്ക് നീ പ്രാർത്ഥിക്കണം. എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചൊരു വാക്കാണത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി പറയാണ്, ഉമറേ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ മറക്കല്ലേ. മറ്റൊരുത്തന്റെ പ്രാർത്ഥന ലഭിക്കുക എന്ന് വലിയൊരു ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇരിക്കണം ഞാനും നിങ്ങളും ഇത്തരം ഒരു കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം എന്താണെന്നോ, ഞാനും നിങ്ങളും അങ്ങ് മറിഞ്ഞു വീണാൽ ഒരു മെസ്സേജ് ഇങ്ങനെ പാസ് ചെയ്യുകയാണ്, ഹംസക്കുട്ടി സെൽഫി മരിച്ചു, അല്ലെങ്കിൽ ഇന്ന സുഹൃത്ത് മരിച്ചു എന്നൊരു മെസ്സേജ് പ്രിയപ്പെട്ടവരെ പാസ് ചെയ്യേണ്ട താമസം. ആയിരങ്ങളാ നമ്മളെ ജനാസ നമസ്കരിക്കാൻ വരുന്നു. ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണത്. ബന്ധുക്കളോ കുടുംബങ്ങളോ ഒറ്റവരോടെവരോ വരുന്നതിനേക്കാളും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന കിട്ടും. ഈ പ്രാർത്ഥന കിട്ടാനാണ് ഇത്തരം കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുന്നത്. വലിയ ഭാഗ്യം. പ്രാർത്ഥന വലിയ വിഷയമാണ്. പ്രാർത്ഥന കിട്ടുക വലിയ ഭാഗ്യമാണ്. ജീവിതകാലയളവിൽ കിട്ടണം. മരണത്തിന് ശേഷം വിശ്വാസികളെ മരണത്തിന് ശേഷം കിട്ടണം. ഈ ഇരിക്കണം, നിങ്ങൾ ആരെങ്കിലും മരിച്ചു എന്നറിഞ്ഞാൽ ഈ ആളുകളൊക്കെ എന്തായാലും തൗഹീദുള്ള ഇഖ്ലാസുള്ള ഒരു 40 ആൾ വന്നിട്ട് പടച്ചവനെ പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ധന്യരായി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരം സദസ്സിൽ വന്നാൽ ലഭിക്കുന്ന അനുഗ്രഹം എന്താ? മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. എന്താണ് നമുക്ക് വേണ്ടി ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതെന്നോ, അല്ലാഹ് ഈ അടിമകൾക്ക് നീ പുറത്തു കൊടുക്കല്ലാ. നമ്മളാകെ ജീവിതത്തിൽ വേണ്ട ഒരു ആവശ്യം എന്താ? പാപങ്ങൾ പുറത്തു കിട്ടണം. പാപം പുറത്തു കിട്ടണം. അതന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം. ഈ സദസ്സിൽ നിങ്ങളെ വയല് കേൾക്കാൻ ഇരുന്ന് ഈ 2-2.5 മണിക്കൂർ ഇരിക്കുമ്പോ റഹ്മാനായ റബ്ബിന്റെ ഉൾക്കിട്ട സൃഷ്ടികളായ മലക്കുകൾ നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പുറത്തു കൊടുക്കല്ലാ, കരുണ കാണിക്കല്ലാ എന്ന പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സ് മലക്കുകൾ നമ്മെ പൊതിഞ്ഞിട്ടുണ്ട്. അവർ നമുക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ധന്യമായ മജ്‌ലിസിൽ പ്രിയപ്പെട്ടവരെ, ഗൗരവപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഏറ്റവും ഗൗരവപ്പെട്ട വിഷയത്തെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. വിഷയത്തിലൂടെ അല്പം നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ആയത്തോതും നിങ്ങളുടെ മനസ്സിലായത്ത് നിങ്ങൾ ഓതണം. നിങ്ങളുടെ ചുണ്ടുകൾ ചലിക്കണം. അതിന്റെ കൂലി പോലെ നിങ്ങൾക്ക് ലഭിക്കണം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ ജന്നാത്തിൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ ഒത്തുചേർക്കുമാറാകട്ടെ. മനസ്സാന്നിധ്യത്തോടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിച്ചോ. പ്രശ്നം എന്താ? സ്വർഗം ലഭിക്കണം, നരകത്തിൽ പോകാൻ പാടില്ല. നരകം ഭയാനകതയുടെ ലോകമാണ്, പ്രയാസത്തിന്റെ ലോകമാണ് നരകം. ഞാൻ ഓതിക്കേൾപ്പിച്ചില്ലേ ഒരായത്ത്? സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. വല്ലദീന കഫറൂ ലഹും നാറു ജഹന്നം. സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. ആരാ പ്രിയപ്പെട്ടവരെ സത്യനിഷേധി? നമ്മുടെ അയലോകത്തെ രാമനല്ല, നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയായ ജാനകിയമ്മയല്ല, ജോസഫല്ല, മത്തായിയല്ല. മുസ്ലിം നാമധാരിയാണ് സത്യനിഷേധി. അള്ളാനെ മനസ്സിലാക്കിയിട്ടുണ്ടവൻ. പരലോകം സത്യമാണെന്നവനറിയാം. ഖുർആൻ അള്ളാന്റെ കലാമാണെന്നറിയാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതനാണെന്നറിയാം. എന്നിട്ടും നന്മ ചെയ്യാത്തവൻ, എന്നിട്ടും തിന്മ ചെയ്യുന്നവൻ, അവനാണ് പ്രിയപ്പെട്ടവരെ സത്യനിഷേധി. സത്യവിശ്വാസി സത്യനിഷേധി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊക്കെ സത്യവിശ്വാസികൾ. ബാക്കിയുള്ള ഭൂരിഭാഗം ആളുകൾ സത്യനിഷേധി. അവരൊക്കെ നരകത്തെ, നമ്മളൊക്കെ സ്വർഗത്തിലാന്ന് വിചാരിച്ചിങ്ങനെ സമാധാനിച്ചിരിക്കുക. ഖുർആൻ പരിചയപ്പെടുന്ന സത്യനിഷേധികൾ ആരാണെന്നോ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിതം ചിട്ടപ്പെടുത്താത്തവർ. എന്തെങ്കിലും പ്രശ്നം, കള്ളുടിച്ചൊരു ചങ്ങാതി വരയിൽ കയറി നിൽക്കുക, പകലും ലഹരിയിലാണ്, എന്നിട്ട് നിന്റെ കെട്ടിയോളെ പൊതിരെ തല്ലുന്നു. എന്തിനാ തല്ലുന്നു പ്രിയപ്പെട്ടവരെ? എനിക്ക് ഭക്ഷണം നീ ഉണ്ടാക്കി തരണം. നീ എന്റെ ഭാര്യയാണെങ്കിൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം. പുണ്യ റമദാനിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരില്ലെന്ന് പറയുന്നു. പോകണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. നീ എന്റെ ഭാര്യയല്ല. പ്രിയപ്പെട്ടവരെ, പുണ്യ റമദാനിലാണ്, നോമ്പിന്റെ നാളിലാണ്, അനുഗ്രഹീതമായ മാസത്തിലാണ് ലഹരി ഉപയോഗിച്ചു വരുന്നവൻ. അവനാണ് സത്യനിഷേധി. സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. ഈ സത്യനിഷേധി ആരാ? കള്ളു കുടിക്കുന്ന മുസ്ലിം നാമധാരി, പെണ്ണു പിടിക്കുന്ന മുസ്ലിം നാമധാരി, ചീട്ട് കളിക്കുന്ന മുസ്ലിം നാമധാരി, പലിശയുടെ ലോകത്ത് സഞ്ചരിക്കുന്ന വട്ടിയുമായി നടക്കുന്ന മുസ്ലിം നാമധാരി,
ദീനിനെ പരിഹസിക്കുന്ന മുസ്ലിം നാമധാരി അവനാണ് പ്രിയപ്പെട്ടവരെ സത്യനിഷേധി. സത്യനിഷേധി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ വരുന്നത്, അല്ലാതെ ചാത്തനും പോത്തനൊന്നല്ല, മുസ്ലിം നാമധാരി. അല്ലാഹു പറയാണ് സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. ഈ പറയപ്പെട്ടവരൊക്കെയുമാണ് ആ കൂട്ടത്തിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തോ, മനസാന്നിധ്യത്തോടെ ദുആ ചെയ്തോ. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് തവഫനാ മുസ്ലിമീന വഅൽഹിനാ ബിസ്സാലിഹീൻ എന്ന് മനസ്സിൽ തട്ടി പ്രാർത്ഥിച്ചോ. അല്ലാഹു പറയാ സത്യനിഷേധി നിനക്ക് നരകമാണുള്ളത്. നരകത്തിന്റെ അവസ്ഥ എന്താ? മരിച്ചൂല. നരകത്തേക്ക് പോയാലേ മരിച്ചൂല. മരണമെന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. മരണമെന്ന് വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മരിക്കാമായിരുന്നു. മരണം വിധിക്കപ്പെടുകയില്ല. സത്താവിനെ വിസ്മരിച്ച് നടന്നവനെ നീ അനുഭവിക്കടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നരകം വേണോ നമുക്ക്? അത് ഭീകരതയുടെ ലോകമല്ലേ? അവിടുത്തെ വിഷമം പ്രയാസകരമല്ലേ? അവിടുത്തെ വെള്ളം പ്രയാസകരമല്ലേ? എല്ലാം ബുദ്ധിമുട്ടാണ്. നരകത്തിലൊക്കെ പ്രയാസം. നരകത്തിൽ ഇങ്ങനെ അട്ടഹസിക്കും മനുഷ്യർ. അതിൽ അവർ അലമുറയിട്ടുകൊണ്ടിരിക്കും. റബ്ബിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ അവർ അട്ടഹസിച്ചു കൊണ്ടിരിക്കും. കാരണം അമ്മേനായ റബ്ബ് ഇടപെടൂല. പ്രിയപ്പെട്ടവരെ, വിഷമിക്കുന്നുണ്ടല്ലോ, അവൻ കരയുന്നുണ്ടല്ലോ, അവൻ അട്ടഹസിക്കുന്നുണ്ടല്ലോ, ഒന്ന് ഇടപെടണമെന്ന് അല്ലാഹു വിചാരിക്കൂല. പ്രയാസത്തിനുമേൽ പ്രയാസം അവനെ നൽകിക്കൊണ്ടേയിരിക്കും. ആസ്വദിക്കടോ നീ, അനുഭവിക്കടോ നീ. പ്രയാസത്തിന് മേൽ പ്രയാസം വർദ്ധിക്കുകയല്ലാതെ ശമനം നിനക്കില്ല. വല്ലാത്തൊരായത്താണത്. നരകത്തിന്റെ ഭീകരത ഭയാനകമാണ്. മുഅ്മിനീങ്ങളെ, നരകത്തിലെ ഭക്ഷണം എന്താ? സഖൂം വൃക്ഷത്തിൽ നിന്നാണ് നരകത്തിലെ ഭക്ഷണം. ഇന്ന ശജറത്ത സഖൂം തആമുൽ ലസീം. ബാബീലിന്റെ ഭക്ഷണം സഖൂം വൃക്ഷത്തിൽ നിന്നാണ്. കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുത്തൂൻ. അത് വയറ്റിലെത്തിയാൽ വയറിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. മരിച്ചൂല. പ്രിയപ്പെട്ടവരെ, ആ ഭക്ഷണം അതാ അവന്റെ മലദ്വാരത്തിലൂടെ പുറത്തോട്ട് പോകുന്നു. പ്രയാസത്തിന് മേൽ പ്രയാസമാണ്. അല്ലാഹു പറയാണ് കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുത്തൂൻ കഗല്ലിൽ ഹമീം. അടുപ്പത്ത് വെച്ചൊരു വെള്ളം കൊടുക്കാം, വെള്ളത്തിന്റെ പാത്രം തിളച്ചു മറിയുന്നത് പോലെ വയറ്റില്ല ഭക്ഷണം എത്തുമ്പോ വയറ് തിളച്ചു മറിയുന്നു. സുഹൃത്തെ, ചുട്ടു തിളക്കുന്ന വെള്ളം അവനെ കുടിപ്പിക്കുന്നു. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ പ്രപഞ്ചത്തിന്റെ മുന്നിൽ ശക്തനായ ഒരു നാഥനുണ്ടെങ്കിൽ, കഴിവിട്ട റബ്ബുണ്ടെങ്കിൽ, അവന്റെ നിയന്ത്രണമാണ് ഇതിന്റെ പിന്നിലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് പരമാർത്ഥമാണ്. ഇത് തികച്ചും സത്യമാണ്. അനുഭവിക്കേണ്ട ലോകമാണ്, എത്തിപ്പെടേണ്ട ലോകമാണ്. അല്ലാഹു പറയാണ് നിന്റെ വയറ് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ചുട്ടു തിളക്കുന്ന വെള്ളം കുടിക്കാൻ നൽകുന്ന ഒരു സ്ഥലത്ത് ചൂടേറിയ വെള്ളം അവനെ കുടിപ്പിക്കും. ആഗ്രഹിച്ചല്ല കുടിപ്പിക്കും. കുടിക്കുന്ന സമയത്തോ അവന്റെ വയറിങ്ങനെ തിളച്ചു മറിഞ്ഞ് ല്ലേ. എന്ന വാക്കിന്റെ അർത്ഥം കൊടൽമാലകൾ ചിന്ന ഭിന്നമാകും. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, പ്രയാസമല്ലേ അത്? വിഷമല്ലേ അത്? തീനാലുള്ള വസ്ത്രമാണ് അവിടെ നിനക്കുള്ളത്. എത്ര ഗൗരവപ്പെട്ടായിട്ട്. ആരെങ്കിലും അവിടെ സഹായിക്കോ? വാപ്പ സഹായിക്കോ? മക്കൾ സഹായിക്കോ? നാട്ടുകാർ സഹായിക്കോ? ബന്ധുക്കൾ സഹായിക്കോ? ആറാഫ് സൂറയിൽ ആയിട്ടുണ്ട്, നാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന. നാദാ അസ്ഹാബുൻ നാരി അസ്ഹാബുൽ ജന്ന. നരകക്കാരിങ്ങനെ വിളിച്ചു ചോദിക്കുകയാണ് സ്വർഗക്കാരോട്. പാപ്പാനെ വിളിച്ചുകൊണ്ട് മക്കൾ ചോദിക്കുന്നു, മക്കളെ വിളിച്ചുകൊണ്ട് വാപ്പ ചോദിക്കുന്നു, നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരൽപ്പം തരുമോ? അന്നഫീലു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. അല്ലാഹു അക്ബർ. വല്ലാത്തൊരായത്താണ്. സ്വന്തം വാപ്പ അപ്പുറത്ത് സ്വർഗത്തിലാണെങ്കിൽ മകൻ കാണുകയാണ് വാപ്പാനെ കാണിച്ചു കൊടുക്കുന്ന, വിഷമിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്ന സ്വന്തപ്പാനെ, സ്വർഗത്തിലുള്ള വാപ്പാനെ മകന് കാണിച്ചു കൊടുക്കും. യുബസ്സറൂൻ എന്താണ്? എൻ്റെ ഒപ്പ സ്വർഗത്തിലാണെങ്കിൽ, ഞാൻ നരകത്തിലാണെങ്കിൽ എൻ്റെ വാപ്പ സ്വർഗത്തിൽ കഴിയുന്നത് എനിക്ക് കാണിച്ചു തരും. എന്തിന്? ഞാൻ ഒന്നുകൂടി വിഷമിക്കാൻ.
കാണിച്ചു തരും. യുബസ്സറൂനഹും തമ്മിൽ ലോകം എവിടെയായിരിക്കും എന്നാലും പടച്ച അടുത്തും കാണിച്ചു. അപ്പൊ ചോദിക്കാണേ, നിങ്ങൾ കുടിക്കുന്നൊരൽപ്പം വെള്ളം ഞങ്ങൾക്ക് തരുമോ? ഓ, ഒരൽപ്പം വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോ മറുപടി എന്താണെന്നോ, സത്യം ശരി, നിനക്കിത് ഇന്ന് ഹറാമാണ്. തരൂല പ്രിയപ്പെട്ടവര്, ആരും സഹായിക്കില്ല. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം നടക്കും, മരിക്കുന്നതോടുകൂടി ഒരു സഹായം ഉണ്ടാവില്ല. എല്ലാവരും ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് നമ്മൾ നന്നാകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കാനാണ് ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത്. നരകം ഭയാനകമാണ്, സ്വർഗവും സന്തോഷത്തിൻ്റെ ലോകം. എൻ്റെ പ്രിയപ്പെട്ട സ്വർഗം അല്ലേ? ഈ ഒരു സദസ്സ് കാണുന്നതിന് സന്തോഷമുണ്ട്. ഇതുപോലെ നമുക്ക് സ്വർഗത്തിൽ കഴിയണ്ടേ? മരിച്ചുപോയ വാപ്പാനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? മരിച്ചുപോയതിൻ്റെ പൊന്നുപിതാവിനെ മാതാവിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? തൻ്റെ ഉടപ്പറപ്പിനെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? സുഹൃത്തേ, തൻ്റെ ഇളം പ്രായത്തിൽ മരിച്ചുപോയ കുഞ്ഞുമക്കളെ കാണാൻ ആഗ്രഹമില്ലാത്തവരാരാ? ഇവരൊക്കെ കാണാൻ പറ്റുന്ന ലോകമാണ് സ്വർഗം അല്ലേ? വാപ്പ മരിച്ച് അവസാനം പഞ്ഞി വെക്കുന്ന സമയത്ത് ഞാരെങ്കിലും കാണാണ്ടോ? മക്കളും ചിലപ്പോൾ ഒരു ഉമ്മ കൊടുക്കും, ഒന്നുകൂടി ആ മുഖം കാട്ടിയെന്ന് ആഗ്രഹിക്കും. കാരണം അങ്ങനത്തെ ഒരു സ്നേഹന്തിയായ വാപ്പയാണ്. ആ വാപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ തിരിച്ചിട്ടുള്ള മക്കളാണ് വീണ്ടും ഉമ്മ കൊടുത്ത് ആ മുഖം ഒന്ന് കാട്ടിയെന്ന് ആഗ്രഹിച്ചെല്ലുന്നത്. വിശ്വാസികളെ, സ്നേഹത്തിന്റെ വല്ലാത്തൊരവസ്ഥയാണിത്. എന്നാൽ ഈ ഉപ്പാനെ കാണാം. ഉപ്പ സ്വർഗത്തിലാണെങ്കിൽ, മക്കളും സ്വർഗത്തിലാണെങ്കിൽ, മരുമക്കളും സ്വർഗത്തിലാണെങ്കിൽ, പേരക്കിടാങ്ങൾ സ്വർഗത്തിലാണെങ്കിൽ, സുഹൃത്തേ, ആ സ്വർഗം ഇങ്ങനെ മനസ്സിൽ കണ്ടു നോക്ക്. നിത്യവാസത്തിന്റെ സ്വർഗം. ആ ശാശ്വത ലോകത്താരൊക്കെയാ? സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ. അവർക്ക് എവിടേക്കും പോണ്ട, മക്കൾക്ക് പഠിക്കാൻ പോണ്ട, വാപ്പാക്ക് ജോലിക്ക് വേണ്ട, ഉമ്മാക്ക് വേറെ ടെൻഷനില്ല, മറ്റു വിഷമങ്ങളില്ല. സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ, ശാന്തിയുടെ വല്ലാത്ത ലോകമല്ല മുഅ്മിനീങ്ങളെ സ്വർഗം. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ. അന്യോന്യം അഭിമുഖമായി ചാരിയിരിക്കുന്നവർ അല്ലേ? ഉമ്മ അവിടെ ഇരിക്കുമ്പോൾ അപ്പ അപ്പുറത്തിരിക്കുക. എന്നാ ക്ഷീണമൊന്നും ഉണ്ടാവില്ല, കുഴക്കൊന്നും ഉണ്ടാവില്ല, ഒക്കെ നല്ല ചുറുചുറുക്കിലാക്കാം. ഇവിടെ തിന്നാൻ പറ്റൂല, കുടിച്ചാൻ പറ്റൂല, ഷുഗറാണ്, പ്രയാസാണ്, അറ്റാക്കാണ്, ഒക്കെ. അവിടെയൊക്കെ ചുറുചുറുക്കില്ല. അൽഹംദുലില്ലാ, അവിടെയൊക്കെ ചുറുചുറുക്കിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ അങ്ങോട്ട് എത്തിക്കുമാറാകട്ടെ. എല്ലാവരും ഒത്തുചേരുന്ന വല്ലാത്തൊരു സന്തോഷത്തിന്റെ സംഗമം. അത് കിട്ടാൻ എന്തുവാണ്? അതാണ് നമ്മുടെ വിഷയം. ഈ നരകത്ത് പോണോ? വേണ്ട, ഒരു സെക്കൻഡ് പോലും നരകത്ത് പോകണം. ഈ സ്വർഗം വേണ്ടേ? കിട്ടിയേ പറ്റൂ, കിട്ടിയേ പറ്റൂ. അത് വാശിയാണ്, അത് വാശിയാണ്. കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ അരയും തലയും മുറുക്കി ഇറങ്ങണം, കഠിനാധ്വാനം ചെയ്യണം. അതിനുള്ള ഒരേ ഒരു വഴി ഖുർആനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്ക് പോയവരെ പറ്റുന്ന ആലോചിച്ച് നോക്ക്. ഒരു സ്വർഗത്തുമ്മ പിടിച്ചിട്ട് ആ സ്വർഗത്തിലേക്ക് പോയത് ഖുർആൻ പിടിച്ചിട്ടാണ് സ്വർഗത്തിൽ പോയത്. സ്വർഗത്തിൽ പോയവരെ പറ്റുന്ന ആലോചിച്ച് നോക്ക്. ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞൊരു 10 ആളില്ലേ? ഓല് പോയത് എങ്ങനെയെന്ന് ആലോചിക്കും. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന. പ്രിയപ്പെട്ടവരെ, ത്വൽഹ റളിയല്ലാഹു അൻഹു ഫിൽ ജന്ന, അബൂ ഉബൈദത്ത് ബിൻ ജറാൽ 10 പേർ സ്വർഗാവകാശികളാണ് റസൂലുള്ളാഹി ജീവിത കാലയളവിനുള്ളിൽ പറഞ്ഞ മഹാനുഭവന്മാർ. ആ 10 ആളെ മനസ്സിൽ കണ്ടോക്കണേ. 10 ആളെ പേരെങ്കിലും നമുക്കറിയണം. ഉറപ്പിച്ച് സ്വർഗത്തിൽ പോകുന്ന റസൂൽ പറഞ്ഞ ആളുകളാണ്. അൽഹംദുലില്ലാഹ്. ജീവിത കാലയളവിനുള്ളിൽ അല്ലേ സ്വർഗത്തിൽ പോണ ഒരാൾ നടന്നു പോകണ ഉണ്ടോ എന്ന് പറയാം നമുക്ക് അല്ലേ? സഹാബത്തൊക്കെ ചിലപ്പോൾ പറഞ്ഞില്ലേ, ആ പോണാണ് സ്വർഗത്തിൽ പോണ ആളാണ്. ആരാ പറയുന്നത്? ഞാനിങ്ങളല്ല പറയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച 10 പേർ എന്തുകൊണ്ടാണ് ആ മഹാഭാഗ്യത്തിലേക്ക് അവർ എത്തിയത്? ഖുർആനിന്റെ തണലിലൂടെ അവർ സഞ്ചരിച്ചു. ഖുർആനിന്റെ വെളിച്ചം അവിടെ ജീവിത വെളിച്ചമായി സ്വീകരിച്ചു. അവിടെ ഹൃദയം നിറയും ഖുർആനായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ, വഫാത്താകാൻ റസൂലുള്ളാഹി വഫാത്തിന്റെ അവസാന നിമിഷം, വഫാത്തിന്റെ സമയത്ത് ആരാ ഇമാമ വെക്കണമെന്ന്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പാനോട് ഇമാമക്ക് ഖുർആനുമായിട്ട് ബന്ധം ശ്രദ്ധിച്ചോളി.
ഈ സ്വർഗം 10 ആളുകൾക്ക് റസൂലുള്ളാഹി പറഞ്ഞ ആളുകൾ സ്വർഗത്ത് പോയത് ഈ ഖുർആൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തിയത് പറയുന്നത്. റസൂലുള്ളാഹി വഫാത്താകുന്ന സമയത്ത് രോഗം മൂർച്ഛിച്ചപ്പോ പ്രിയപ്പെട്ടവരെ ഇമാം നിൽക്കാൻ വേണ്ടി ഭാര്യയോട് പറയുന്നത്, ഇപ്പൊ എന്ത് പറഞ്ഞു? ഉപ്പാക്ക് ഉച്ചത്തിലോ നിസ്കരിക്കാൻ സാധ്യമല്ല, കരയുന്ന മനുഷ്യനാണ്. പ്രവാചകനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ ഒത്തു കേട്ടാൽ കരയും, വിശ്വാസികളുടെ ഹൃദയം പടക്കും. വൈദാസമിയോ മാ ഉൻസില റസൂൽ തറാ അഅ്യുനുഹും തഫീദു മിനൽ ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്. നബി അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുന്ന ഖുർആൻ അവർ കേട്ടാൽ അതാ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റി വീഴുന്നു. വിശ്വാസികളുടെ ഗുണാണത്. ഖുർആൻ ആയത്തിങ്ങനെ കേൾക്കുമ്പോൾ കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റി വീഴും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാമനായ കാര്യത്തിൽ ഉറക്കവും നിസ്കരിക്കാനും പറ്റില്ല. നോക്ക്, ഈ അബൂബക്കർ റസൂൽ എന്താണ്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാനും ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ 2 തുലാസിൽ വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു ഈമാന് മുൻതൂക്കം ഉണ്ടാകുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ കൊണ്ടാ മാറിയത്. കൂട്ടരെ നാടുവിടാൻ തീരുമാനിക്കുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. എന്തേ? മക്കത്തെ റസൂലുള്ളാഹിക്ക് റസൂലുള്ളാഹി വിശ്വസിച്ചതിന്റെ പേരിൽ മർദ്ദനങ്ങളോട് മർദ്ദനം. ആ മനുഷ്യൻ നാടുവിടാൻ തീരുമാനിക്കുക. ഒരു തോൾസഞ്ചി എടുത്ത് ഒരു വടിയെടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹു പുറത്തിറങ്ങിയ സമയത്ത് ഒരാൾ തടഞ്ഞു നിർത്തി. എവിടേക്കാ പോകണമെന്ന് ചോദിച്ചു. നാടുവിടാറ്. അള്ളാഹുവിൽ മുഹമ്മദ് നബി വിശ്വസിച്ച് ഖുർആൻ മനസ്സിലാക്കി അതിന്റെ വെളിച്ചത്തിൽ ജീവിക്കാൻ എൻ്റെ നാട്ടുകാരെ അനുവദിക്കുന്നില്ല, പറ്റുന്നിടത്ത് പോവാണ്. അതിൽ ഇബ്നു ദുഹന്ന എന്ന് പറയുന്ന ഒരു കാഫിർ പോകാൻ പറ്റില്ല. ഖുർആൻ ഒരാളുടെ ഉൾക്കൊണ്ട ആ മനുഷ്യൻ അത്രയും നല്ലവനായി മാറി മുന്നിന് തെളിവുകൂടിയാണ്. അവൻ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളുകളാണ്. ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങളൊക്കെ ഒത്തുപെടും. അതിൽ അബൂബക്കർ സിദ്ദീഖ് എന്താ കാട്ടുന്നു? എന്നാ നിങ്ങൾ എനിക്ക് സംരക്ഷണം തരും, നിന്നെ പ്രയാസപ്പെടുത്തുന്നതിൽ എനിക്ക് നിങ്ങൾ സുരക്ഷിതം നൽകണം, തരാന്ന് പറഞ്ഞു. അതിൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു സ്വതസിദ്ധമായ ശൈലി എന്താ? നേരം വെളുത്ത ഖുർആൻ ഓതും. ഈ ഖുർആനോത്ത് കേൾക്കാൻ വേണ്ടി നല്ല ഇമ്പമാർന്ന ഖുർആനോത്ത് കേൾക്കാൻ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടും. അതിൽ ഒരു ആകപ്പാടെ പ്രശ്നമായി. കാരണം എന്താ? ഈ ഓത്ത് കേട്ടാൽ തന്നെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ അടുക്കുന്ന് വിചാരിച്ചിട്ട് പറ്റൂല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വാസികളെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോയി ഖുർആൻ കൊണ്ടാണ്. ഈ അബൂബക്കറിനെ പറ്റി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ഇദ്ഹുമാ ഫിൽ ഗാർ, ഇദ്ഹുമാ ഫിൽ ഗാർ. ആരാ ഹുമാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി. ഇദ് ഖാല ലിസാഹിബിഹി, ആരാണ് ഈ സാഹിബ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ദറജയിലേക്ക് ആ മഹാനുഭാവൻ ഉറങ്ങുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഖുർആൻ കൊണ്ടാണ്. ഒരു മിനിറ്റ് സംസാരം നിർത്താം. എല്ലാവരും കൈപൊട്ടിക്കാൻ. ഇടത്തെ കൈ. വെക്കാത്തവരുണ്ടെങ്കിൽ അവർ ഉറങ്ങാണ്. നല്ല കുട്ടികൾ. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇനി വലത്തെ കൈ ഒന്ന് പിടിക്കോളി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങളെ പോലെ നോമ്പ് എനിക്കുണ്ട്. ഇനി എനിക്ക് ഒറ്റപ്പാലത്തൊരു ക്ലാസ് കൂടി ഉണ്ട്. 1:50 ക്ലാസ് ഒറ്റപ്പാലത്ത്. അപ്പം നിങ്ങൾ ഉറങ്ങിയാൽ ഞാൻ ആളെ അവസാനിപ്പിക്കും. 18 ആൾ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ എണ്ണിയേ ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ എണ്ണാണ്. 18 ആൾ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഉഷാറായിരുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പറയാണ് ഇദ്ഹുമാ ഫിൽ ഗാർ. ഈ ദർജയിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ എത്തിയത്? ഖുർആൻ കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ എത്തി? ഖുർആൻ കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിച്ച് അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രം പറയുന്നത് എന്താണെന്നോ? നബിന്റെ സാഹസക്ക് പോണവരൊക്കെ ഇടിക്കുക, പ്രയാസപ്പെടുത്താന്നുള്ള പ്രകൃതക്കാരനായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഉമർ. എന്നാ റസൂലുള്ളാഹിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അല്ലാഹ് ഇസ്ലാമിന് ഉമറിനെ കൊണ്ട് ഇസ്സത്ത് നൽകണേ എന്ന് നബി എപ്പോഴും പ്രാർത്ഥിക്കും. ഇസ്ലാമിന് ഉമറിനെ കൊണ്ട് ഇസ്സത്ത് നൽകണേ. അള്ളാഹിന്റെ റസൂൽ പ്രതീക്ഷയോട് പ്രാർത്ഥിക്കാണ്. അതിൽ നബി ഇത് പ്രാർത്ഥിക്കുമ്പോണ്ട് പോരുമ്പോൾ ഒരു ഇടി കിട്ടിയ ഒരാൾ മജ്ലിസിൽ പോരുമ്പോൾ ഒന്ന് കൊടുത്തില്ല. എടുക്കാൻ പോണെന്ന് വെച്ചു. റസൂലുള്ളാഹി ദീനിന്റെ മജ്ലിസിലേക്കാണ്. കടക്കട്ടെ എന്ന് കൊടുത്ത് വിട്ടിക്കാൻ. ആ ചൂട് ആ വേദന മാറിയിട്ടില്ലേ? അപ്പോഴാണ് നബി പ്രാർത്ഥിക്കണം ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണേ. അതിൽ ഈ സഹായി പറഞ്ഞു നബിനോട്, നബിയെ ഉമറിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കില്ല. ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ.
പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യന്റെ മനസ്സ് മാറിയത് എന്തുകൊണ്ടാ? ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى. ആ സൂറത്ത് ആ മനുഷ്യന്റെ മനസ്സിനെ മാറ്റുകയാണ്. കരിമ്പാറ പോലെ കടുത്ത മനസ്സിന്റെ ഉടമയായ ഉമർ. പ്രിയപ്പെട്ടവരെ, ഈ മാനികമായ എന്തൊരു മാറ്റമാണ് ഉണ്ടായത്! അത്രമാത്രം ഒരു മഹാനുഭവലാത്തൊരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ മൊബൈലുകളിലുണ്ട്. നമ്മുടെ മനസ്സിനെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ഇവരൊക്കെ സ്വർഗത്തേക്ക് പോയത് സ്വർഗത്തെ മുന്നോക്കക്കാരാ മുഹാജിരീൻ അൻസാരികളാ. ആദ്യം ഖുർആൻ കേട്ടവരാണ്. അതിന്റെ കറക്റ്റ് ഓഡിയൻസ് ആണത്. ജിബ്രീൽ എന്ന നിലക്ക് ആയത്ത് റസൂലുള്ളാഹിക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുമ്പോ വരും മക്കളെ, ഇതാ ഇന്ന സൂറത്ത് ഇറങ്ങി, ബഖറ ഇറങ്ങി, ആൽ ഇംറാൻ ഇറങ്ങി, നിസാ ഇറങ്ങി, മാഇദ ഇറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചു കൂട്ടി ആദ്യമായി ഖുർആൻ ഓതിക്കേൾപ്പിച്ചു കൊടുത്ത വർഗം അവർ ഖുർആൻ കൊണ്ട് മാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാറി, സ്വഹാബത്ത് മുഴുവനും മാറി. 10 പേർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ മാറി. ഒരു സ്വർഗ്ഗമുണ്ട് എന്ന് പറയാൻ കാരണം ഈ ഖുർആന്റെ തെളിച്ചത്തിൽ അവർ ജീവിച്ചു എന്നുകൊണ്ടാണ്. ഒരായത്തന്നെ ജീവിക്കാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഈ ആയത്തിനെ വല്ലാതെ സ്വാധീനിച്ച സ്വർഗ്ഗാവകാശിയാരാണ്? ഈ ആയത്ത് കൊണ്ട് മാറ്റുണ്ടായ സ്വർഗ്ഗാവകാശിയാരാണ്? ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഈ ആയത്തിറങ്ങിയപ്പോഴേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിന്റെ മാർഗ്ഗം ചിലവഴിക്കാൻ സ്വർഗം കിട്ടൂല. ആ ആയത്തിറങ്ങാണ്. റസൂലുള്ളാഹി വന്നിട്ട് പറയുന്നത്, ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ നിങ്ങൾ എന്നും വന്ന് ഈത്തപ്പഴം കഴിക്കാറുള്ളത് ആ ബൈർബാണ്. ഞാൻ തന്നിട്ടും സ്വർഗത്തേക്ക് ഖുർആൻ കൊണ്ട് പോയ ആളുകളാണ്. സഅദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. വിശ്വാസികളെ, സഅദ് ഇബ്നു അബീ വഖാസ് ഉമ്മ തീരുമാനിക്കുന്നു ഭക്ഷണം കഴിക്കൂല, തിന്നൂല, കുടിക്കൂല, പട്ടിണി കിടന്ന് മരിക്കും. ഒരു ഉമ്മ തീരുമാനിക്കാണ്, ഞാൻ ഈ തിന്നും കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാതെ ജീവൻ പോകാൻ. എന്താ കാരണം? നബിയിൽ വിശ്വസിക്കാണ്, തൗഹീദിലേക്ക് വന്നിക്കാണ്. ആ നാട്ടുകാരൊക്കെ കുഫറിലാണ്, ഈ സ്ത്രീയുടെ ബാക്കിയുള്ളവരൊക്കെ കുഫറിലാണ്. ആകൊരു മകനാണ് വാപ്പിട്ട് ഭർത്താവ് മരിക്കുകയും ചെയ്തു. അതിൽ ആ ഭാര്യ അഥവാ ഈ സഅദ് റളിയല്ലാഹു അൻഹു ഉമ്മ ആകെ വിഷമിക്കുക. അവസാനം പറഞ്ഞെന്താണോ? തിന്നും കുടിക്കൂല, പട്ടിണിക്ക് കിടന്നത് മരിക്കുകയാണ്. ഉമ്മ നിങ്ങൾ തിന്നി, നിങ്ങൾ ഭക്ഷണം കഴിക്കും, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കല്ലോ ഉമ്മ. സ്നേഹത്തോടുകൂടി സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവസാനം പറഞ്ഞു, ശപഥം ചെയ്തില്ല. അതിലേ സഅദ് റളിയല്ലാഹു അൻഹു നബിയുടെ അരികിലേക്ക് പോവുകയാണ്. നബിയേ, എന്റെ പൊന്നുമ്മ ഭക്ഷണം കഴിക്കില്ലെന്ന് പറയുന്നു. കഴിക്കാൻ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, പട്ടിണി കിടന്ന് മരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഖുർആൻ ആയത്തതാ വാനാലോകത്തിന് അവതീർണമാവുകയാണ്. ജിബ്രീൽ എന്ന മലക്ക് ആയത്തുമായി വരുന്നു. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ് ദുനിയാ മഅറൂഫാ. ഞാൻ പറഞ്ഞെന്താണെന്ന് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിറങ്ങിയപ്പോൾ നബി വിളിച്ചു പറയുന്നു, സഅദ്, നിന്റെ കാര്യത്തിൽ അത് തീരുമാനം ഇറക്കിയിട്ടുണ്ട്. ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഈ മകനെ ഉമ്മാനത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞത്, ഉമ്മ, നിങ്ങളിൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. 8-9 മാസം വിഷമത്തിന് മേൽ വിഷമം സഹിച്ച് നിങ്ങൾ എന്നെ പ്രസവിച്ചു, എന്നെ താലോലിച്ചോ മരിച്ചു വളർത്തി. ഉമ്മ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ആദർശത്തിലേക്ക് ഞാൻ വന്നത് പിറകോട്ട് വായിട്ടില്ലെങ്കിൽ തിന്നൂല, കുടിക്കൂല നിങ്ങൾ പറയരുത്. മുഹമ്മദിൽ അവിശ്വസിച്ചിട്ട് കുഫറിലേക്ക് ഞാൻ വന്നാലേ തിന്നൂ കുടിക്കൂ എന്ന് പറയുന്ന തീരുമാനങ്ങൾ മാറ്റണം. ആ തീരുമാനത്തിലാണ് നിങ്ങളെങ്കിൽ 100 ഉമ്മ എനിക്കുണ്ടായി. ഓരോരുമ്മീൻ്റെ മുന്നിൽ ഇങ്ങനെ മരിച്ചു വീണത് കണ്ടാലും ഉമ്മ, ഞാൻ ഈ വിശ്വാസം വ്യതിചരിക്കൂല. ആയത്തിറങ്ങി. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഇവരൊക്കെ സ്വർഗത്തേക്ക് പോയത് ഖുർആൻ കൊണ്ടാണ്. ഓരോരുത്തരെ പറ്റി വിശദീകരിക്കാൻ സമയമില്ല. ഇനി എല്ലാവരും ആലോചിക്കും, നമ്മളെ കൈകളിൽ എത്ര ഖുർആനുണ്ട്? ഖുർആൻ ക്ലാസ് എല്ലാ ഇടങ്ങളിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കൃത്യമായ ഒരാഴ്ചയിൽ ഒരു ക്ലാസ്സിൽ പോയി പഠിക്കുന്ന എത്ര ആളുകൾ കൂട്ടത്തിലുണ്ട്? എല്ലാവരും ആലോചിച്ചു. കച്ചവടമുണ്ട്, ഏർപ്പാടുണ്ട്, ബിസിനസ് ഉണ്ട്, മൈഷത്തിൻ്റെ മാർഗമൊക്കെ ഉണ്ട്. ഇത് ജീവിതത്തിൻ്റെ ഒരു ശപഥമായി തീരുമാനിച്ച എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? അൽഹംദുലില്ലാഹ്, തീരുമാനിച്ചവർ ഈ കൂട്ടത്തിൽ ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ പഠിതാക്കളായവരെ തന്നെ ധാരാളം ഈ മജ്‌ലിസിലുണ്ടെന്ന് എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, വല്ലവരും ഈ നിമിഷം വരേക്കും ഒരു കൃത്യമായ ഒരു ഗുരുമുഖത്ത് പോയി
ഒരു ഖുർആൻ പഠിക്കുന്ന മജ്ലിസിൽ എത്തിപ്പെടാത്തവർ വല്ലവരും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ റംസാൻ വിജ്ഞാന വേദിയോടുകൂടി തീരുമാനിച്ചോ, എനിക്ക് എന്റെ റബ്ബ് എനിക്ക് റൂഹ് നൽകുന്നുവെങ്കിൽ ഇനി ഞാൻ ഒരു ഖുർആൻ പഠന ക്ലാസ്സിൽ നിത്യമായും പങ്കെടുക്കുമെന്ന് തീരുമാനിച്ചോ. അല്ലെങ്കിൽ പരലോകം നഷ്ടപ്പെടും. ഈ ഖുർആൻ അല്ലാഹു നമുക്ക് ഇറക്കി തന്നതിനാ? ഇത് പഠിക്കാൻ, ഇത് മനസ്സിലാക്കാനാണ്, അർത്ഥം ഗ്രഹിക്കാനാണ്, ആശയം ഗ്രഹിക്കാനാണ്, അല്ലാതെ അവർക്ക് ഓതി തീർക്കാനല്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നബിയേ ഈ മഹൽഗ്രന്ഥം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നത് ഇത് അനുഗ്രഹീതമാണ് നബിയേ. എന്തിനാൽ യദ്ദബ്ബറൂ ആയാതിഹി, ഇതിലെ ആയത്തുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുവാനാ, ആലോചിക്കുവാനാണ്. ചിന്തിക്കുവാൻ, ആലോചിക്കുവാനാണ് ഈ മഹൽഗ്രന്ഥം ഇറക്കി തന്നത്. വിശ്വാസികളെ, ഒരായത്തിന് ഓതി കേൾക്കുമ്പോഴേ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഒരായത്തിന് ഓതി കേൾക്കുമ്പോൾ ചിന്തിക്കണം. ചിന്തിച്ചവരൊക്കെ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്, ചിന്തിച്ചവരൊക്കെ നന്മയുടെ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. ഓരോരായത്തും മാറി എത്ര ആളുകളുണ്ട്. ഈ ഇരിക്കണം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടിയിലേക്ക് എന്നെ എത്തിച്ചത് ഇന്ന ആയത്താണെന്ന് പറയാൻ പറ്റുന്ന വല്ല ആയത്ത് നമ്മളെ കൈകളിലുണ്ടോ എന്ന് ആലോചിക്കും. അടുത്തൊരു ബഹുമാനായ സഹോദരൻ പറയാം, നല്ല ബിസിനസ് വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബിസിനസ്സിലൊരു ചിട്ടയിലേക്ക് എന്നെ വരുത്തിയത് മുത്തഫിഫീൻ സൂറത്താണ്. മുത്തഫിഫീൻ സൂറത്താണ്. എല്ലാ ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ ഹലാല് ഹറാമും കൃത്യമായി ഉപഭോക്താവിൽ നിന്ന് അർഹതപ്പെട്ട ലാഭമേ എനിക്ക് വാങ്ങാൻ പാടുള്ളൂ എന്നൊരു കൃത്യമായ തിരിച്ചറിവിലേക്ക് എന്നെ എത്തിച്ചത് ലിയൗമിൻ നദീം, അല്ലാതെ മനസ്സിന് സന്തോഷം തോന്നും. ആ മനുഷ്യൻ പറയാണ് ലിയൗമിൻ നദീം, ആ സൂറത്തിലെ ആയത്താണ്. ഭയങ്കര കുറെ കച്ചവട ലോകത്ത് സഞ്ചരിക്കുന്ന ഒരു സുഹൃത്താണ്. വലിയ സാമ്പത്തിക അവസ്ഥയുണ്ടാണ് മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എല്ലാറ്റിലും 1000 കിട്ടുന്നത് 500 മതി എന്ന തീരുമാനത്തിലേക്ക്, ഒട്ടനവധി ചിട്ടയിലേക്ക് എന്നെ വരുത്തിച്ചത് ലിയൗമിൻ നദീം. ഒരു സൂറത്തിന്റെ പേരെന്താ? വൈലുൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരാ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരാ, വൈലുൽ നിനക്കാണ് നാശം. ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദത്താലൂ അലന്നാസ് യസ്റഫൂൻ, അളന്നെടുക്കുമ്പോ തികച്ചെടുക്കുകയും അളന്നു കൊടുക്കുമ്പോ കുറക്കുകയും ചെയ്യുന്ന കച്ചവടക്കാരാ. അങ്ങനെ മറ്റൊരുത്തന്റെ കയ്യിൽ നിന്നുള്ള പൈസ നിന്റെ പോക്കറ്റിൽ നിന്റെ വലിപ്പിൽ വരുമ്പോ നീ മനസ്സിലാക്കണം, വല്ലാത്തൊരു വാക്കല്ല നിങ്ങളെ. ഒരു ദിവസത്തേക്ക് നമ്മൾ ചെല്ലുന്നതിനെ പറ്റി, ഒരു വമ്പിച്ച ദിവസം ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്ന് ആയത്തന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതെന്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയും ചിട്ടയിലേക്ക് വരാൻ 1 ലക്ഷം കിട്ടുന്നത് ഇപ്പൊ 50,000 ഉള്ളൂ, എനിക്കത് വിഷയമല്ല. എനിക്ക് അങ്ങനത്തെ തിരിച്ചറിവിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു. കുറെ അങ്ങനെ ശ്രദ്ധിക്കാതെ സമ്പാദിച്ച സമ്പാദ്യങ്ങളുണ്ട്, അതിനൊക്കെ ഞാൻ പരിഹാര വഴിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു വാക്ക്. ഞാൻ ചോദിക്കട്ടെ, ഇരിക്കണം നമുക്ക് അങ്ങനത്തെ വല്ല ആയത്തുണ്ടോന്ന് ആലോചിക്കും. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ എൻ്റെ ക്ലാസ് പഠിപ്പിച്ചൊരായത്താണ്. ആകാശഭൂമികളുടെ സകല ജന്തുജാലങ്ങളുടെയും റിസ്ക്കാരുടെ ബാധ്യതയാണ് അള്ളാന്റെ ബാധ്യത. അങ്ങനത്തെ ഒരു ആയത്ത് സൂറത്ത് ഹൂദിലായത്താണ്. അള്ളാന്റെ ബാധ്യതയാണ് ആകാശങ്ങളുടെയും ഭൂമിയിലെയും സകല ജന്തുജാലങ്ങളുടെയും റിസ്ക്, ഉപജീവനം. ഈ ആയത്തിനെ പറ്റി ഒരു മിനിറ്റ് സഹസ്രം ആലോചിച്ച് നോക്കാൻ. അള്ളാഹ് അറിയാതെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും അന്നം നൽകൽ അള്ള തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നുവെന്ന്. എല്ലാം അവന്റെ കൈകളിലാണ്. ഞാൻ പറഞ്ഞെന്താണെന്നോ, ഖുർആനിലെ ചില വചനങ്ങൾ നമ്മൾ ആ തരത്തിൽ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിലെ ചില ഒട്ടുമിക്ക ആളുകൾ ദീനിലേക്ക് വന്നത് ഈ ഖുർആൻ പഠിച്ചിട്ടാണ്. ഓരോ രാജ്യങ്ങളും മനുഷ്യ സൃഷ്ടിപ്പിന്റെ സങ്കീർണമായ അവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സൂറത്ത് മുഅ്മിനൂനിലായത്ത് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാരിൻ മക്കീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ. ഞാൻ ചെല്ലുമങ്ങളെ മനസ്സിൽ ചൊല്ലിക്കൊള്ളൂ. സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്ഗതൻ ഫഖലഖനൽ മുദ്ഗത ഇളാമാ ഫകസൗനൽ ഇളാമ ലഹമാ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറാ
ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്തൊരു ഹൃദ്യമാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ഖുർആൻ, എന്തൊരു മധുരമാണ് ഖുർആൻ, എന്തൊരു ആസ്വാദനമാണ് ഖുർആൻ, എന്തൊരു അർത്ഥഗാംഭീര്യമാണ് ആ വചനങ്ങൾക്ക്. മനുഷ്യ, നീ ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടി വന്നത് റബ്ബ് ഇങ്ങനെ പറയുകയാണ്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നീ 10-9 മാസം കഴിഞ്ഞപ്പോ അവിടെ ആരാ ഇടപെട്ടത്? ആ കുട്ടിക്കാരാ ശ്വാസം നൽകിയത്? ആ കുട്ടിയുടെ ജീവന്റെ തുടിപ്പിനെ ഭംഗിയായി കൈകാര്യം ചെയ്തവനാരാ? തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികർത്താവായ അല്ലാഹു എത്ര അനുഗ്രഹീതനാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഒരു 4-5 മണിക്കൂർ ഡയാലിസിന്റെ റൂമിൽ കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ഷൗക്കത്തിന്റെ അരികിൽ ഞാൻ ഒരു നോമ്പിന് 2-3 ദിവസം പോയപ്പോൾ അള്ളാഹു ഷൗക്കത്തിന് ആശ്വാസം നൽകുമാറാകട്ടെ. ചികിത്സ എത്രയും പെട്ടെന്ന് നടത്താനുള്ള വഴികൾ അള്ളാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അവൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചോ 12 മണിക്കൂർ അങ്ങ് കയറ്റിയാൽ 4.5 മണിക്കൂർ വരെ കടന്നു കൊടുക്കുക. 4 മണിക്കൂറിലധികം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുക. 4.5 മണിക്കൂർ 4 മണിക്കൂർ മെഷീനറി ഇങ്ങനെ വർക്ക് ചെയ്യാൻ, ബ്ലഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കണം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ഏജ് ഒന്ന് ആലോചിക്കും, നിങ്ങളെ വയസ്സൊന്ന് ആലോചിക്കും. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ പണി നടക്കുകയാണ്. ഒരു മെഷീനറിയും വേണ്ട, ഒരു നഴ്സും വേണ്ട, ഒരു സിസ്റ്റവും വേണ്ട, ഒരു ചെറിയ 2 ഇതാണ്. ഇനി 1 മാത്രമാണെങ്കിലും പണി നടക്കും. അതാണ് മാറ്റിവെക്കി നടക്കുന്നത്. അല്ലാഹുവേ, ആ റബ്ബിനെ എങ്ങനെ മറക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? ആ റബ്ബിന് ഒരു സെക്കൻഡ് വിസ്മരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ? 70 കൊല്ലം ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതെ പോകുന്ന സഹോദരൻ, അവന്റെ ഈ കിഡ്നി എത്ര അനുഗ്രഹമാണ് നിങ്ങളെ, എത്ര അനുഗ്രഹീതമാണ്. അള്ളാന്റെ ഇടപെടലല്ലേ അത്? പടച്ചുറപ്പിന്റെ തൗഫീഖല്ലേ അത്? എന്തേ ആ റബ്ബിനെ നമ്മൾ ആലോചിക്കാത്തത്? എന്തേ ആ റബ്ബിനെ പറ്റി ചിന്തിക്കാത്തത്? യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. കൂട്ടരേ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. തലച്ചോറിന്റെ പ്രവർത്തനം, കിഡ്നിയുടെ പ്രവർത്തനം, ആമാശയത്തിന്റെ പ്രവർത്തനം, സുഹൃത്തെ, അങ്ങനെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന റഹ്മാനായ റബ്ബിനെ പറ്റി ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മിക്കണം. എന്നിട്ട് പടച്ചോൻ പറയണേ, അങ്ങനെയൊക്കെ എന്നെ സൃഷ്ടിച്ചനക്ക് വേണ്ടതൊക്കെ വാരിക്കൂരി തന്ന പടച്ചോൻ പറയണേ സുമ്മയിന്നക്കും. അതാ പ്രശ്നം. അതാ ഇപ്പം നമ്മൾ ഈ വിജ്ഞാന വേദിയിൽ വന്നിരിക്കുന്നത്. അതാ ഇനി നമ്മൾ ക്ഷീണിച്ച് തളർന്നാലും ളുഹറിന് പള്ളിയിൽ പോണത്, അസറിന് പള്ളിയിൽ പോണത്, മഗ്‌രിബിന് പള്ളിയിൽ പോണത്, ഇശാക്ക് പള്ളിയിൽ പോണത്. ക്ഷീണിച്ചാലും തറാവീഹ് നിസ്കാരത്തിൽ ഭാഗവാക്കാകുന്നത് എന്തുകൊണ്ടാ? സുമ്മയിന്നക്കും ബഅദദാലിക ലമയ്യിത്തൂൻ. സുമ്മയിന്നക്കും, മനുഷ്യാനി പിന്നെ മയ്യിത്താവും. എത്രയെത്ര മയ്യിത്തുകൾ, എത്രയെത്ര നമ്മുടെ സുഹൃത്തുക്കൾ മയ്യിത്തായി പോയെങ്കിൽ സമാധാനാകുമായിരുന്നു അല്ലേ? അത് മരിച്ചു പോവാണെങ്കിൽ ഇതൊന്നും അറിയണ്ടെന്നാ പ്രശ്നം. എന്താ? സുമ്മയിന്നക്കും, ബാക്കിയോതോ യൗമൽ ഖിയാമത്തി തുബ്റസൂൻ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശ്വാസികളെ ഖുർആൻ പഠിക്കണം. ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത് പഠിക്കാനാ. ഉത്തമനാരാ? ഖുർആൻ പഠിപ്പിക്കുന്നവനാണ്. സമയം നമ്മൾ കണ്ടെത്തണം, നേരം നമ്മൾ കണ്ടെത്തണം. അറിയില്ലേ? പഠിക്കാൻ ശ്രമിക്കണം. ഭാഷ അറിയില്ലേ? വശമാക്കണം. അത് പഠിച്ചേ പറ്റൂ. ഈ ഗ്രന്ഥം വന്ന് ഇറക്കി തന്നത് പഠിക്കാനാ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. ഇത് റാഹത്തുള്ള ആയത്താണ്. ഒരു കൂട്ടരുള്ള പരിചയപ്പെടുത്ത സ്വർഗം കിട്ടുന്നവരാരാ? ഖുർആൻ പഠിക്കുന്നവരാ. ഇന്നല്ലദീന, ഒരു കൂട്ടർ, യത്ലൂന കിതാബല്ലാഹി, അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഈ ആയത്ത് ഇങ്ങനെ ഓതി തീർക്കുമ്പോ ഇതിൽ പറഞ്ഞ 3 ഗുണഗണങ്ങൾ മുത്തലിങ്ങിയിരിക്കണം. ഞാനും നിങ്ങളുമാകണം. ഒന്ന് ഖുർആൻ ഓതുന്നവർ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നവർ. നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. ഒരു വക്തും ഉപേക്ഷ വരുത്തല്ലേ. സമയമായാൽ നമസ്കരിക്കണം, ജമാഅത്തായി നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. അല്ലാഹു നൽകിയ സ്വത്ത് പിശുക്കില്ലാതെ റബ്ബിന്റെ മാർഗത്തിൽ നൽകുന്നവർ. നഷ്ടമില്ലാത്ത കച്ചവടമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഖുർആൻ പഠിക്കുന്നത്
മരിക്കണീന് മുമ്പ് പ്രിയപ്പെട്ടവരെ 19-60 വർഷക്കാലം ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് 114 സൂറത്ത് ചെറിയൊരു ഐഡിയ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു സമയം ചെലവഴിച്ചെന്നാ പറയാം. അതാണ് നരകത്തിന് ഇങ്ങനെ ഒച്ചയും കൂടി ഉണ്ടാക്കുമ്പോ ചങ്ങായി എനിക്ക് ആയുസ് തന്നില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അനക്ക് സമയം തന്നില്ലേ? ചിന്തിക്കാൻ മാത്രം സമയം തന്നില്ലേ? ബുദ്ധി തന്നില്ലേ? സാഹചര്യം നൽകിയില്ലേ? അവസരങ്ങളെമ്പാടും നിന്റെ ജീവിതത്തിൽ കൈവന്നില്ലേ? എന്തുകൊണ്ട് നീ ശ്രദ്ധിച്ചില്ല? അല്ല പറയണം അവൻ വാഴ്ന്നെടുക്കുന്ന എത്ര ഗൗരവതയുണ്ടവരെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോളില്ല. സമയം കിട്ടിയില്ല, നേരം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കാതെ മുന്നോട്ട് പോയാൽ പ്രയാസത്തില്ല. പ്രശ്നത്തിന് പരിഹാരം ഖുർആൻ മാത്രം. ഇവിടെ പറഞ്ഞല്ലോ, ധാർമ്മികമായ പ്രശ്നങ്ങൾ ധാരാളം, വേണ്ടാത്തങ്ങൾ ധാരാളം നടക്കുന്നു, അവിഹിതങ്ങൾ നടക്കുന്നു, അനാവശ്യങ്ങൾ നടക്കുന്നു, ലഹരിയുടെ വല്ലാത്ത കുത്തൊഴുക്ക, ഇതിനൊക്കെ പരിഹാരം ഖുർആൻ. പടച്ചവനെ പറ്റി ശരിക്കൊരു പേടി ഒരു മനുഷ്യന്റെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കാൻ സാധിച്ചാലോ നന്നാകും. ഓൻ ഏത് ബോംബെ തെരുവ് കിട്ടും കാര്യമില്ല, വിട്ടാലും പ്രശ്നമല്ല, ഓൻ്റെ ശരീരത്തിൽ ചെലി പുരളില്ല. അല്ലെങ്കിൽ ആളുകളെ കടിയിലൊക്കെ ഉഷാറാകും. ഇരുട്ടിന്റെ മറവിൽ സകല നെറികേടുകളും. നിങ്ങളാലോചിച്ചൊക്കെ എത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. 2, 3, 4 മക്കളുള്ള പെണ്ണ് മറ്റൊരുത്തൻ്റെ പിന്നാലെ ഫോണിലും സംസാരത്തിലും കാര്യങ്ങളായി നടക്കും. എത്ര കുടുംബങ്ങളാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹറാമുകളിലൂടെ സഞ്ചരിക്കുന്നു. ഒരു അന്യ പെണ്ണിന് ഒറ്റപ്പെടുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞെന്താണ്? സകല തിന്മകളും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്നു. പരിഹാരം ഖുർആൻ മാത്രം. ഏതൊരു മനുഷ്യനാ പ്രിയപ്പെട്ടവരെ, ഏത് മനുഷ്യനാ ഒരു മനുഷ്യന് 24 മണിക്കൂർ നിരീക്ഷിക്കാൻ പറ്റും? ആർക്കെങ്കിലും പറ്റും? വാപ്പാക്ക് മക്കളെ നോക്കിയെടുക്കാൻ പറ്റുമോ? മക്കൾക്ക് വാപ്പാനെ നോക്കിയെടുക്കാൻ പറ്റുമോ? ഭാര്യയ്ക്ക് ഭർത്താവ് നോക്കിയെടുക്കാൻ പറ്റുമോ? ഭർത്താവിന് ഭാര്യയെ നോക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ആരോരും കാണില്ലെങ്കിലും എൻ്റെ റബ്ബ് കാണുമെന്നൊരു ഭയപ്പാട്. ഞാൻ പറയാം, ഒറ്റ ആയത്തെ മനസ്സിലുണ്ടായി, ഇന്നല്ലദീന യഖ്ശൂന റബ്ബഹും ബിൽ ഗൈബ്. ഈ ആയത്ത് മനസ്സിലുണ്ടോ? ഒരു പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് വരാം, ഇന്ന് എറിഞ്ഞു കൊല്ലെന്ന് ആവശ്യപ്പെട്ടു. മുത്തറസൂലിന്റെ മുന്നിലേക്ക് ഒരു സഹോദരി കടന്നു വരാം. ഖുർആൻ കൊണ്ടാണ് വന്നത്. പടച്ചോനെ പോയി മനസ്സ് തട്ടിയത് കൊണ്ടാണ് വന്നത്. ഒരു സ്ത്രീ വന്നിട്ട് പറയാം, നിങ്ങൾ എറിഞ്ഞു കൊല്ലണം. ഗാമിദിയ ഗോത്രക്കാരിയായ സഹോദരി. നബി ചോദിക്കുക, എന്തായി? എറിഞ്ഞു കൊല്ലാന്ന് പറഞ്ഞ ചില്ലറ വിഷയമല്ലോ. നല്ല കൂർത്ത കല്ലുകൾ കൊണ്ട് ജനങ്ങൾ കാണുന്ന സ്ഥലത്ത് ഇന്ന തെറ്റാണ് ഇയാൾ ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവിഹിതത്തിന്റെ ഹദ്ദാണ് നടപ്പാക്കുന്ന അനൗൺസ് ചെയ്തിട്ട് പ്രിയപ്പെട്ടവർ എറിഞ്ഞുകൊല്ല. ഈ സ്ത്രീയോട് ചോദിക്കുന്നു, ബോധ മനസ്സോടെയാണ് ആണ് എൻ്റെ അടുത്ത് തെറ്റ് വന്നു. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞെന്താണെന്നോ, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്നതിന് തെളിവ് നബിയെ നിങ്ങൾ എന്നെ മടക്കി അയക്കല്ലേ. ആ സ്ത്രീ പറഞ്ഞ വാക്കെന്താണെന്നോ, ജനകോടികളുടെ മുന്നിൽ എനിക്ക് അപമാനിതയാകാൻ താല്പര്യമില്ല. ഇത്രയും ആളുകൾ കണ്ടോട്ടെ, അവർ അറിഞ്ഞോട്ടെ, നിങ്ങൾ എന്നെ അറിഞ്ഞു കൊല്ലണം. നോമ്പ് നോറ്റ് തഖ്വയുള്ള മനസ്സിന് വേണ്ടി, പടച്ചവനെ പേടിയുള്ള മനസ്സ് കിട്ടാൻ അത്യധ്വാനം ചെയ്യുന്നവരെ, ഇവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ, മാതൃകാ വനിതകൾ. ജീവിതത്തിന്റെ ദുർബല തെറ്റുവന്നു, കുറ്റബോധത്തോടെ നബിനോട് വന്ന് എറിഞ്ഞു കൊല്ലാൻ ആവശ്യപ്പെട്ടു. എറിഞ്ഞു കൊല്ലാ പ്രവാചകൻ. അദൃശ്യമായ നിന്റെ റബ്ബിനെ പറ്റിയൊരു ഭയപ്പാടുണ്ടോ? ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് ഖുർആൻ പഠിച്ചത് അള്ളാഹു നമ്മളെ പറ്റി ഇല്ലേ? അതിനാണ് അള്ളാഹിന്റെ റസൂൽ ഉമ്മത്തിനെ നന്നാക്കി ഖുർആൻ. മുംതഹനായ സൂറയിൽ ആയത്ത്, തെറ്റ് ചെയ്തവരൊക്കെ നബിനോട് വന്നിട്ട് പറയുന്നത് ചെയ്യൂല. അങ്ങനത്തെ ആയത്തുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നബിനോട് വന്നിട്ട് പറയണ ആയത്തുകൾ നാളെ ഇന്ന് വീട്ടിൽ പോയിട്ട് ഖുർആൻ നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ ഈ ആയത്തുകളൊന്ന് മറിച്ചു നോക്കണം. യാ അയ്യുഹൻ നബി ഇദാ ജാഅക്കൽ മുഅ്മിനാത്ത്. ഖുർആനിന്റെ മഹത്വം നിങ്ങൾക്കറിയാം. ഈ ആയത്ത് മാത്രം നിങ്ങൾ പഠിച്ചാൽ. ഇങ്ങനത്തെ ഒരു ഗ്രന്ഥം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാനിപ്പോൾ ഹറാമും വേണ്ടാത്തങ്ങളോട് സഞ്ചരിക്കാണ്ടോ എന്ന് കുറ്റബോധവും ഉണ്ടാകാൻ ഈ ആയത്ത് സഹായകമായിട്ട്. ഏതായത്തെന്നോ? യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു, വിശ്വാസിനികൾ നിന്റെ അരികിലേക്ക് വന്നാൽ യുബായിഅനക, ബൈഅത്ത് ചെയ്യാൻ. എല്ലാവരും ഉണർന്നിരുന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അരമണിക്കൂർ കൊണ്ട് സംസാരം അവസാനിക്കും. യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു, വിശ്വാസികൾ നിന്റെ അരികിലേക്ക് വന്നാൽ, ബൈഅത്ത് ചെയ്യാൻ വിശ്വാസിനികൾ നിന്റെ അരികിലേക്ക് വന്നാൽ. എന്താ? പെണ്ണുങ്ങൾ നബിനോട് വന്നിട്ട് പറയാം, ഞങ്ങൾ മുസ്ലിങ്ങളായി മുഅ്മിനീങ്ങളായി നിങ്ങളെ കൂടെ പ്രവർത്തിക്കാൻ ഒരുക്കാണ് എന്ന് വന്ന് പറഞ്ഞാൽ, പെണ്ണുങ്ങൾ വന്ന് പറയാം. എന്നിട്ട് എന്താ പറയുന്നത്? ഇനി ശിർക്ക് ചെയ്യൂല,
അല അല്ലാ യുശ്രിക്കനബില്ല, നബിയെ ഇനി ഞങ്ങൾ ശിർക്ക് ചെയ്യൂല. ഓലൊക്കെ ശിർക്ക് ചെയ്തിരുന്നവരായിരുന്നു. ോട് വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. ഒരു പറയാൻ ഞങ്ങൾ ചെയ്യൂല എന്ന് വന്ന് പറഞ്ഞ എങ്ങനെയാ അത് വന്ന് പറയാനുള്ളൊരു മനസ്സിലേക്ക് ഉയർന്നത്? ഖുർആൻ പഠിച്ച പോലെ അള്ളാഹിനെ ബോധ്യപ്പെട്ടു, തൗഹീദ് മനസ്സിലായി, ഏകദൈവാരാധന മനസ്സിലായി, യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. അപ്പൊ ഈ ശിർക്ക് സഞ്ചരിച്ചാൽ നരകത്ത് പോകുന്നവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ വന്ന് പറയാ, നബിയെ ഇത്രയും കാലം തെറ്റ് ചെയ്തു, ഇനി ചെയ്യൂല. ഞങ്ങൾ മോഷ്ടിക്കുകയില്ല. അപ്പൊ എന്തായതിനർത്ഥം? ഒരു അത്യാവശ്യം കള്ളത്തരൊക്കെ കാണിച്ചിരുന്നു, കളവ് നടത്തിയിരുന്നു. പെണ്ണുങ്ങളാവെന്ന് പറയാം. അപ്പൊ ആണുങ്ങളുടെ അവസ്ഥ എന്താ? ഒരു പറയാം, ഞങ്ങൾ കുറെ മറ്റവന്റെ ധനം അപഹരിച്ചിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും സംഘമായിട്ട് ഓലെ മുതലൊക്കെ അപഹരിച്ചെടുത്തിട്ടുണ്ട്. ഓല് പറയാ, നബിയെ ഞങ്ങൾ മോഷ്ടിക്കൂല. നബിയെ ഞങ്ങൾ അവിഹിതത്തിൽ പോകൂല. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ സമൂഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? മുത്തറസൂൽ വളർത്തിയെടുത്തൊരു സമൂഹമാണത്. ശിർക്ക് ചെയ്യില്ല നബിയെ, മോഷണം നടത്തില്ല പ്രവാചകരെ, അവിഹിതത്തിൽ ഇനി ഞങ്ങൾ സഞ്ചരിക്കൂല. അതുപോലൊക്കെ ജീവിതത്തിൽ അങ്ങനെ കുറെ വഴിവിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നോല് പറയണ വാക്കെന്താ? പിന്നീട് പെണ്ണുങ്ങൾ പറഞ്ഞിരുന്ന വിഷമകരമായ കാര്യം എന്താണെന്നോ? ഓൽക്ക് കുറെ ആണുങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ആണിൽ നിന്ന് ഗർഭിണിയായാൽ ഈ പെണ്ണ് ചെയ്യുന്നത് എന്താണെന്നോ? ഓലൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് പറയും. ആ പെണ്ണുമായി ഇടപഴകിയ സകലരെയും വിളിച്ചു കൂട്ടിയിട്ട് പരസ്യമായിട്ട് ജാഹിലിയത്തിന്റെ അവസ്ഥയിരുന്നത്. ഇയാളാണ് ഈ വയറ്റി കിടക്കുന്ന ആ കുട്ടിന്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ പിന്നെ ഒരു കുട്ടിക്ക് നോ പറയാൻ പറ്റും. അത് ചെയ്തിരുന്നു, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിരപരാധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നബിയെ ചെയ്യൂല. ഒരു നന്മയിൽ നബിയെ ഇനി അങ്ങേക്ക് തടസ്സമായി ഞങ്ങൾ നിൽക്കൂല. ഇങ്ങനെ വന്ന് നബിയെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ അപ്പൊ ആ സമൂഹത്തിന്റെ ധാർമ്മിക തകർച്ചാലിച്ചു തന്നെ അതെന്നെ വഴികേടിൽ ആ സമൂഹത്തെ പറ്റി പറഞ്ഞത്. മുബീന്ന് ഖുർആൻ പറഞ്ഞത് കൊണ്ടാണ്. ഇങ്ങനെ വന്ന് പറഞ്ഞാല് നബിനോട് പറയാണ്, ഇതൊക്കെ ചെയ്ത് നിങ്ങൾ ഇസ്ലാം ദീനിക്ക് വേണ്ട, നിങ്ങൾ പോയിടാന്ന് നാട്ടിൽ പറഞ്ഞേക്കണ്ട. റസൂലുള്ളാഹി പറയുന്നത് പോലെ ബയ്യത്ത് ചെയ്തോ. ഇന്നലകൾ ഇതൊക്കെ വന്ന് ചള്ള പുറത്ത് നബിനോട് പറയേണ്ടാണ്, നബിയെ അവർക്ക് വേണ്ടി അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തണം. അതാണ് പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയാണ് നബിനോട് പറയാം. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കണി, ഈ ഒരു ആയത്ത് ഓതി കേൾക്കുമ്പോൾ പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹത്തിന്റെ ധാർമ്മികമായ അധപ്പതനാലോചിച്ചത് ഓലെ എങ്ങനെ കൈപിടിച്ചു കൊണ്ടുവന്ന് ഖുർആൻ കൊണ്ടത് ആയത്തോലെ മനസ്സിൽ ആ നിലക്കുള്ള വല്ലാത്തൊരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കുകയായിരുന്നു മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാവരും തീരുമാനിച്ചു, എന്തിന് പോയിട്ടില്ലെങ്കിൽ ഖുർആൻ ക്ലാസ്സിന് പോകും. എന്തൊക്കെ പലപ്പോഴും ഇപ്പൊക്കെ എങ്ങനെയെന്നോ, നേരെ സമയം ഒത്തു വന്നാൽ വരുന്ന അപൂർവം ആളുകളുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിന് അത്ര കൊതിയോടുകൂടി, എനിക്കറിയാം പലയിടങ്ങളും ക്ലാസ് എടുക്കുന്ന ആളെന്ന് എനിക്കറിയാം, ഖുർആൻ ക്ലാസ്സിന് അത്ര താല്പര്യത്തോടെ കാണുന്ന ഈ ഇഖ്ലാസിന്റെ കട്ടാളുണ്ട്. അള്ളാഹുവിടെ മനസ്സ് മരണം വരെ നിലർത്തി കൊടുക്കുമാറാകട്ടെ. ഒരാഴ്ച മുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളെ സൈനുദ്ദീൻ മാഷ് അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. ഒരാളെ മരിച്ച ഒരാൾ പറഞ്ഞു തന്നെയുള്ളൂ, നമ്മളെ സൈനുദ്ദീൻ മാഷ്, ചേരിപ്പറമ്പ് മരിച്ച സൈനുദ്ദീൻ മാഷ്. ആ ഈടെ ഞാൻ ഹജ്ജിന് പോയിരുന്ന സമയമായിരുന്നു. ഹജ്ജിന് പോകുന്ന സമയമായിരുന്നു. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഹജ്ജിന് പോകുന്ന വിഷയം ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ല. അപ്പോൾ സൈനുദ്ദീൻ മാഷ് ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അൽ ഖുർആന്റെ സ്റ്റെപ്പ് ചെരുപ്പിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് ചെവി പറഞ്ഞു, ചിലപ്പോൾ ഈ ഫലത്തിൽ 1.5 മാസം ഉണ്ടാവില്ല, നിങ്ങളിപ്പോൾ അവിടെ പറഞ്ഞിട്ടില്ലാന്ന്. ഭയങ്കര വിഷമായിട്ടോ. 1.5 മാസം, ഏകദേശം 1 മാസത്തിലധികം നിങ്ങൾ ഉണ്ടാവില്ല, എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഖുർആൻ പണ്ടത്തെ മധുരമായി കണ്ടിരുന്നൊരു മനുഷ്യൻ അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാകട്ടെ. ഞാൻ പറയട്ടെ, അങ്ങനത്തെ കുറേ ഈ സംസാരം കേൾക്കുമ്പോൾ ഈ മുഖത്തിങ്ങനെ നോക്കുമ്പോൾ പലരുടെയും എൻ്റെ മനസ്സിലുണ്ട് അത്ര താല്പര്യത്തോടെ ഖുർആൻ പണ്ടത്തെ കാണുന്നത്. അത് വിശ്വാസികളെ, അത് ജീവിതത്തിൻ്റെ ഒരു ഹരമായി നമ്മൾ കാണണം. അതുകൊണ്ട് പഠിച്ചോളിക്കുക. അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ, അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ
പരലോകത്ത് നഷ്ടപ്പെടാതെ ഖുർആൻ ഹൃദയത്തിലുണ്ടോ പിന്നെ വേണ്ടാത്തരത്തിന് ഈ ഹൃദയത്തിൽ സ്ഥാനമല്ല പ്രിയപ്പെട്ടത്. ആ ഹദീസ് നോക്ക്, ഇന്ന റജുലല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആൻ, ഹൃദയത്തിൽ ഖുർആനില്ലേ അവൻ അവിഹിതക്കാരനാകും, അവൻ പലിശക്കാരനാകും, അവൻ തിന്മകൾ ചെയ്യുന്നവനാകും. ഹൃദയത്തിൽ ഖുർആൻ ഉണ്ടോ ഇറങ്ങിപ്പോടാന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഖുർആനില്ലേ അവന്റെ മനസ്സ് എങ്ങനെയാണ്? ആൾപ്പാർപ്പില്ലാത്തൊരു വീട് പോലെയാണ്. ആൾപ്പാർപ്പില്ലാത്ത വീട്, ഒഴിഞ്ഞിടക്കുന്ന വീടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും സ്വൈര വിഹാര കേന്ദ്രമായിരിക്കും. ആൾപ്പാർപ്പുള്ളൊരു വീടാണെങ്കിലോ കയറി വരാൻ പറ്റുമോ? ഇറങ്ങിപ്പോടാന്ന് പറയും. നല്ല ഉദ്ദേശത്തോടെ വല്ലതും കാര്യം വന്ന് കയറ്റിയിരുത്തോ? നമ്മള് അള്ളാഹിന്റെ ഖുർആൻ മനസ്സിലുണ്ടോ ഒരു ശൈത്താനും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിടിച്ചോളി. അതുകൊണ്ട് പിടിച്ചാൽ ഈഹവും കിട്ടും ആഖിറവും കിട്ടും. ദുനിയാവിற்கு വിഷമമുണ്ടോ? പ്രയാസങ്ങളുണ്ടോ? ബുദ്ധിമുട്ടുകളുണ്ടോ? പ്രാരാബ്ദമുണ്ടോ? ഞാൻ പറയട്ടെ, ഖുർആൻ പഠിച്ചു അള്ളാഹിനെ തൗഫീഖ്. ഇഹത്തിലും പരത്തിലും ഇമ്മായത്തിയന്നക്കും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായി ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഉപ്പാനോടും ഉമ്മാനോടും പറയാം, നിങ്ങൾ പോയിക്കോളി, ഈ ലോകത്ത് പോയിക്കോളി. ഇനി ദുനിയാവിൽ കുറച്ചു കാലം ഇങ്ങനെ ജീവിക്കുമ്പോ നിങ്ങളുടെ അരികിലേക്ക് ഇങ്ങനെ സത്യാസത്യ വിവേചനത്തിന് ആളുകൾ ഇങ്ങനെ കടന്നു വരും. ആരാ വെളിച്ചത്തെ ജീവിതത്തിന്റെ വെളിച്ചമായി സ്വീകരിച്ചോ ഫലാഹു. ദുനിയാവിന്റെ കാര്യത്തിൽ ഹൗഫ് വേണ്ട പ്രിയപ്പെട്ടവരെ, ആഖിറത്തിന്റെ കാര്യത്തിൽ വേണ്ട അല്ലാതെ. അതുകൊണ്ട് ഇത്രയും ക്ലാസ് കേട്ടപ്പോ നമ്മൾ തീരുമാനിക്കുന്നു, ഞാൻ ഖുർആൻ പഠിച്ചു, നിർബന്ധമായി പഠിക്കും. എൻ്റെ ഭാര്യയെ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുവരും, എൻ്റെ മക്കളെ ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കൊണ്ടുവരും. വിശ്വാസികളെ, സ്വർഗത്തിൽ എങ്ങനെ നിങ്ങൾ സന്തോഷത്തോടെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നുവോ പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ മനസ്സ് വെക്കണം. ഇതിന് ഏറ്റവും പ്രധാനം അവസാനത്തെ 2-3 പോയിന്റ്. ഈ ഗ്രന്ഥം അള്ളാഹിന്റെ കലാമാണ് നമുക്ക് ബോധ്യപ്പെടണം. പലർക്കും ഇന്ന് ഈ ഇരിക്കണം നിങ്ങൾക്ക് ബോധ്യപ്പെടും, നമ്മുടെ സമൂഹത്തിന് ബോധ്യപ്പെട്ടില്ല. ഇത് ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് എത്രമാത്രം നമുക്ക് ബോധ്യപ്പെട്ടോ അത്രയും പഠിക്കാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഖുർആൻ